ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു സ്ത്രീയെ കുറിച്ചാണ്. സ്ത്രീ എന്ന് പറയാൻ കഴിയില്ല, ഒരു സ്ത്രീ രൂപമുള്ള ഒരാളെ കുറിച്ച്. ആ സ്ത്രീ രൂപമുള്ള സാധനം ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് വളരെ വൃത്തികെട്ട രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ടപ്പോ ഒരുപാട് സങ്കടമായി. ഞാൻ ആലോചിക്കുകയായിരുന്നു, അവരും ഒരു അമ്മയായിരിക്കൂലേ, അവർക്കും ഉണ്ടാവില്ലേ കുഞ്ഞുങ്ങൾ? ആ കുഞ്ഞുങ്ങളും ഈ അമ്മ എന്ന് പറഞ്ഞ ഈ സ്ത്രീ രൂപം പറഞ്ഞു കേട്ടിട്ട് എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും. ഒരു ക്രിസംഗിയായി കഴിഞ്ഞാല് അത് സ്ത്രീയായാലും ശരി പുരുഷനായാലും ശരി എത്രമാത്രം തരം താഴുമെന്നും എത്രമാത്രം മനുഷ്യത്വരഹിതമായിരിക്കും അവരുടെ ഓരോ സംസാരമെന്നും ഈ സ്ത്രീ എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് ഈ വീഡിയോ ഒരാൾ അയച്ചു തന്നപ്പം ഞാൻ ആദ്യം ഒഴിവാക്കാൻ നോക്കിയതാ ഈ സ്ത്രീനെ. പക്ഷെ ആ സ്ത്രീ പറഞ്ഞ ആ വാക്ക് അതിന് ഒരുപാട് വേദനിപ്പിച്ച്. അപ്പൊ എനിക്ക് തോന്നി എന്തായാലും ഒഴിവാക്കിയാൽ ശരിയാവില്ല, ഈ സ്ത്രീയോട് രണ്ട് വർത്താനം പറഞ്ഞിട്ടേ വിടാൻ പാടുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമുക്ക് എന്തായാലും ആ സ്ത്രീ എന്ന് ഞാൻ പറയുന്നില്ല, സ്ത്രീ രൂപമുള്ള സാധനം എന്താണ് ഗസയിലെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറഞ്ഞെന്ന് കേട്ടിട്ട് വരാം. വാ. സേവ് ഗാസ എന്ന ക്യാമ്പയിൻ തുടങ്ങുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മുലപ്പാലിനൊപ്പം ജൂതനെ കൊല്ലുക എന്ന് പറഞ്ഞു വളർത്തുന്ന ആ നയത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന സേവ് ഗാസ. ഗാസയിലെയും ഗാസയിൽ വളരുന്ന ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും സ്വന്തം അമ്മയുടെ പാലിനൊപ്പം ജൂതനെ കൊല്ലുക എന്ന ആഹ്വാനവും കേട്ടാണ് വളരുന്നത്. മുല കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് ഇത്രമാത്രം വൃത്തികേട് പറയണമെങ്കിൽ ഇവരുടെ മനസ്സിൽ എത്രമാത്രം വിദ്വേഷം വളർന്നിട്ടുണ്ടാവും. ആ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മമാർ മുലപ്പാലിന്റെ അപ്പുറം ജൂതനെ കൊല്ലുക എന്നുള്ള വിഷമാണ് കുത്തി നിറക്കുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ ഇവരമ്മയാണോ, ഇവരൊരു സ്ത്രീയാണോ, അറ്റ്ലീസ്റ്റ് ഇവരൊരു മനുഷ്യനാണോ? ആയിരിക്കില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവരെയൊക്കെ ക്രിസംഗി എന്ന് വിളിക്കുന്നത്. ഈ സ്ത്രീ രൂപത്തിന്റെ ഒക്കെ മനസ്സിൽ ഒരു കുഞ്ഞിനെ പറ്റി എന്തായിരിക്കും ചിത്രം? ഇവരടുത്തേക്കൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ ഇവർ ഏത് രീതിയിലായിരിക്കും ട്രീറ്റ് ചെയ്യുക? അത്രമാത്രം വൃത്തികേടൽ ഇവരെ മനസ്സിൽ കുഞ്ഞുങ്ങളെ പറ്റി ഉള്ളത്. എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വേറെ എന്താ വന്നതെന്നറിയാം? ഈ സ്ത്രീ രൂപമുള്ള സാധനം ആ ഗസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ച്, പാല് കുടിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ച്, അവിടുത്തെ അമ്മമാരെ കുറിച്ച് ഇത്രയും വൃത്തികേട് പറയുമ്പം ആ ചാനലിൽ വേറെയും സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവരും ഈ വൃത്തികെട്ട സ്ത്രീ രൂപം പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെ തലയാടലായിരുന്നു. ഒന്ന് എതിർത്ത് പറയാനോ ഒന്ന് തിരുത്താനോ ആ സ്ത്രീ രൂപം, ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീ രൂപങ്ങൾ ആരും ശ്രമിച്ചിട്ടില്ല. അതിന്റെ അർത്ഥം ക്രിസംഗിയായി കഴിഞ്ഞാൽ എത്രമാത്രം അധപ്പതിച്ചു എന്നാണ്. ക്രിസംഗി അത് ആണായാലും ശരി പെണ്ണായാലും ശരി അവരുടെ അധപ്പതനം ഈ വീഡിയോ കണ്ടതോടുകൂടി എനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഈ സ്ത്രീ രൂപം വേറെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും പക്ഷെ ഈ ആദ്യം പറഞ്ഞതിന്റെ അത്ര എത്തിയില്ല. എന്നാൽ നമുക്ക് എന്തൊക്കെ വൃത്തികളാണ് പലസ്തീനെ കുറിച്ചും പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കുറിച്ചും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്ന എല്ലാ മനുഷ്യന്മാരെ കുറിച്ചും ഈ സ്ത്രീ രൂപമുള്ള ഈ സാധനം പറഞ്ഞ് നമുക്ക് കേട്ടിട്ട് വരാം. അതിന്റെ അനുയായികൾ, ആ ഹമാസ് എന്ന തീവ്രവാദ സംഘടനയുടെ അനുയായികൾ ഇപ്പോൾ കേരളത്തിൽ വളരെയധികം ശക്തി പ്രാപിച്ചിട്ടുണ്ട്, മറ്റെല്ലാ രാജ്യങ്ങളിലും തന്നെയുണ്ട്. ഇവർക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ജൂതനാണ് എതിരാളി എങ്കിൽ അവനെ എതിർക്കുക. സ്വന്തം മതക്കാരെ കൊല്ലുകയോ ക്രിസ്ത്യാനികളെ കൊല്ലുകയോ അവരെ ഒന്നും രക്ഷിക്കുകയോ അവർക്ക് വേണ്ടി സംസാരിക്കുകയോ അവർക്ക് വേണ്ടി സഹായവുമായി കപ്പലിൽ പുറപ്പെടുകയോ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. ഈ സ്ത്രീ രൂപം ഒരു ക്രിസ്ത്യാനി എന്നാണ് എന്റെ ഒരു വെപ്പ് കേട്ട. ഡെയ്സി എന്ന പേര്. ആ പേര് കേൾക്കും ഈ സ്ത്രീ രൂപം ക്രിസ്ത്യാനിയാണ്. സ്ത്രീ രൂപമുള്ള ക്രൈസ്തവ നാമധാരി, താങ്കളോട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. മണിപ്പൂരിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടപ്പോഴും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാർ ആക്രമിക്കപ്പെട്ടപ്പോഴും കേരളത്തിലുള്ള എല്ലാ മനുഷ്യരും, അതിൽ മുസ്ലിമുണ്ട്, ഹിന്ദുവുണ്ട്, യഥാർത്ഥ ക്രൈസ്തവനുണ്ട്, എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒറ്റക്കെട്ടായി ആ ക്രൈസ്തവർക്കും ആ കന്യാസ്ത്രീമാർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, പൊരുതിയിട്ടുണ്ട്. അതൊന്നും ഈ ക്രൈസ്തവ നാമധാരിയായ സ്ത്രീ രൂപം കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളെ കണ്ണിൽ അന്ധത ബാധിച്ചിരിക്കുകയാണ്. അപരമത വിദ്വേഷം എന്ന അന്ധത ബാധിച്ചിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ പലസ്തീനിലെ ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുന്നവരെയൊക്കെ അങ്ങ് പെട്ടെന്ന് തീവ്രവാദിയാക്കിയല്ല. അപ്പൊ നിങ്ങൾക്ക് പിന്നെ സമാധാനമായല്ല. എന്നിട്ട് ആ പലസ്തീനിലെ പാവം പിഞ്ചു കുഞ്ഞുങ്ങളെയും അമ്മമാരെയും ഗർഭിണികളെല്ലാം കൊല്ലുന്ന ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന നിങ്ങളും കുറെ സംഘികളും ക്രിസംഗികളൊക്കെ നല്ല മനുഷ്യരും, അടിപൊളി. ഒരു ക്രിസംഗി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ യഥാർത്ഥ രൂപമാണ്, യഥാർത്ഥ ചിത്രമാണ് നിങ്ങളെന്ന സ്ത്രീ രൂപം. പിന്നെ ഈ ചേച്ചി എന്നെ ഇടക്ക് പറയുന്നുണ്ട് ലോകം മൊത്തം പലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെന്തുകൊണ്ടാണെന്ന് അറിയോ എന്റെ ചേച്ചി? നന്മയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി ലോകം ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കും. പക്ഷെ തിന്മയ്ക്ക് വേണ്ടി, മനുഷ്യത്വമില്ലായ്മയ്ക്ക് വേണ്ടി നിങ്ങളെപ്പോലുള്ള കുറച്ച് ക്രിസംഗികൾ മാത്രമേ പ്രാർത്ഥിക്കാനുണ്ടാവും. അതിന്റെ അർത്ഥം ലോകം മൊത്തം മനുഷ്യത്വത്തിന്റെ കൂടെ നിൽക്കുന്നു, നിങ്ങളെപ്പോലത്തെ കുറച്ച് ക്രിസംഗികളും സംഘികളും പിശാചിക്കളുടെ കൂടെ നിൽക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടി മനസ്സിൽ മനുഷ്യത്വം വേണം. അതില്ലാത്തിടത്തോളം കാലം താങ്കൾക്ക് അത് മനസ്സിലാകില്ല സ്ത്രീ രൂപമുള്ള ചേച്ചിയെ. ഇനി ഈ സ്ത്രീ രൂപത്തിന്റെ അടുത്ത തള്ളു കേട്ടിട്ട് വരാം. സുമുദ് ഫ്ലോട്ടില എന്താണ് സംഭവിച്ചത്? അതൊരു ഷോ ഓഫ് ആണ്. അവർക്ക് വ്യക്തമായിട്ട് അറിയാം, ഇന്റർനാഷണൽ വാട്ടേഴ്സ് കടന്ന് ഇസ്രായേൽ ടെറിട്ടറിയിലേക്ക് വന്നാൽ തീർച്ചയായും IDF അവരെ അറസ്റ്റ് ചെയ്യും. ലോകത്തിന് മുൻപിൽ അവർക്ക് കാണിക്കാൻ ഒരു ഷോ, അത്രയേ ഉള്ളൂ. അതിനുള്ളിൽ, ആ കപ്പലിനുള്ളിൽ ആക്ച്വലി ലീഫ്ലെറ്റുകൾ ആയിരുന്നു എന്നാണ്
ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ കഴിഞ്ഞത്. അതിൽ മറ്റു സഹായത്തിനുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിഞ്ഞത്. അതിന്റെ വാസ്തവം എത്രമാത്രം ആയാലും വെറും ഷോ ഓഫും അവനവന്റെ സ്വസ്ഥമായ സ്വകാര്യമായ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് സേവ് ഗാസ. അതേ തള്ളച്ചി, നിങ്ങൾക്കതൊരു ഷോ ഓഫ് ആയിരിക്കും. പാവപ്പെട്ടവന് ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്നത് നിങ്ങളെ മനസ്സിലും നിങ്ങളെ കണ്ണിലും അതൊരു ഷോ ഓഫ് ആയിരിക്കും. കാരണം നിങ്ങളുടെ തലയിലും നിങ്ങളുടെ മനസ്സിലും മനുഷ്യ വിസർജ്യം തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ഒരു സഹായത്തെ നിങ്ങൾക്ക് ഷോ ഓഫ് എന്ന് വിളിക്കാൻ പറ്റുന്നത്. പലസ്തീന ജനതയ്ക്ക് വേണ്ടി സഹായവുമായി ആ കപ്പലിൽ പോകുന്ന എല്ലാവർക്കും അറിയാം ഇസ്രായേലികൾ അവരെ ആക്രമിക്കുമെന്നും അവരുടെ ജീവൻ അപകടത്തിലാണെന്നും. പക്ഷെ അത് നമുക്കൊരു വിഷയമല്ല. ഇസ്രായേലിനെ നമുക്ക് പേടിയില്ല. നമുക്ക് വലുത് മനുഷ്യത്വമാണെന്ന് പറഞ്ഞു പോയ അവരുടെ മനുഷ്യത്വം മനസ്സിലാക്കണമെങ്കിൽ എന്റെ ചേച്ചി 10 100 ജന്മം ജനിക്കേണ്ടി വരും. മനുഷ്യത്വം മനസ്സിൽ വെച്ചിട്ട് ആ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ആ കപ്പലിൽ പോയവർക്കുണ്ടല്ല, നിങ്ങൾ ഇസ്രായേലിന്റെ ഈ ഉമ്മാക്കി ഉണ്ടല്ല, ആ ഉമ്മാക്കി കണ്ടാലൊന്നും അവർ പേടിക്കില്ല, അവർ ഭയപ്പെടില്ല. അവർ മരിക്കുന്നത് വരെ ആ പാവങ്ങൾക്ക് വേണ്ടി സഹായം എത്തിക്കാൻ വേണ്ടി പൊരുതിക്കൊണ്ടേയിരിക്കും. ആ പോരാട്ടത്തെ ചേച്ചിക്ക് ഷോ ഓഫ് ആയിട്ട് തോന്നുന്നതിന്റെ ഒരേ ഒരു കാരണം ചേച്ചിയുടെ മനസ്സിലെന്നല്ല, ചേച്ചിയുടെ 7 അയലത്ത് പോലും മനുഷ്യത്വം എന്ന ഒരു സാധനം കടന്നു വന്നിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ചേച്ചിക്ക് അത് ഷോ ഓഫ് ആയിട്ട് തോന്നുന്നത്. പക്ഷെ ചേച്ചിയുടെ മക്കൾക്കെങ്കിലും ചേച്ചിയുടെ വരും തലമുറക്കെങ്കിലും മനുഷ്യത്വം എന്താണെന്ന് ദൈവം മനസ്സിലാക്കി കൊടുക്കട്ടെ എന്ന് മാത്രമാണ് എന്റെ ഒരു പ്രാർത്ഥന. ചേച്ചി ആ ചാനൽ ഇരുന്നു കൊണ്ട് ഇതുപോലത്തെ വൃത്തികെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ വൃത്തികെട്ട കാര്യങ്ങൾ മൊത്തം ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപാട് വിഷമം ഉണ്ടാവും, ഒരുപാട് ദേഷ്യം വരും. ഒരു സ്ത്രീ, ഒരമ്മ ഇത്രമാത്രം വൃത്തികേട് പറയാൻ പറ്റുമോ എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകും. പക്ഷെ ഇവർക്ക് പറയാൻ പറ്റും. കാരണം ഇവരൊരു ക്രിസംഗിയാണ്. ഇവരുടെ മനസ്സിൽ അന്യമത വിദ്വേഷമാണ്. ഇവർക്കൊരു ദൈവവിശ്വാസമോ സ്നേഹമോ മനുഷ്യത്വമോ കരുണയോ അങ്ങനെ ഒരു സാധനവുമില്ല. കാരണം ഇവരുടെയൊക്കെ മനസ്സിൽ മനുഷ്യ വിസർജ്യം നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടാണ് പറയാനുള്ളത്, ഇവരുടെ വരും തലമുറക്കെങ്കിലും അല്പം മനുഷ്യത്വം ദൈവമേ നിങ്ങൾ കൊടുക്കണം, കടമായിട്ടെങ്കിലും കൊടുക്കണം. ഈ സ്ത്രീ പറഞ്ഞ ആ വാക്കുണ്ടല്ലോ എന്റെ മനസ്സിന്ന് പോകുന്നില്ല. പലസ്തീനിലെ ആ പാവം പിഞ്ചു കുഞ്ഞുങ്ങള് പാലിന്റെ കൂടെ അവരുടെ അമ്മമാർ കൊടുക്കുന്ന വിഷം, ജൂതന്മാരെ കൊല്ലുക എന്നുള്ള വിഷം കൂടി കുടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് ലോകത്തിൽ ഒരമ്മക്ക് സഹിക്കാൻ കഴിയില്ല. എന്തിന് സംഘി അമ്മമാർക്കും ക്രിസംഗി അമ്മമാർക്കും വരെ ഈ തള്ള പറഞ്ഞത് സഹിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് അത്രമാത്രം വൃത്തികേട് പറയണമെങ്കിൽ ഇവരുടെ മനസ്സിൽ എത്രമാത്രം അഴുക്കുണ്ടാവും, അത് എത്രമാത്രം മനുഷ്യ വിസർജ്യമായിരിക്കും. ലോകത്തൊരു സ്ത്രീ എങ്ങനെയായിരിക്കരുത്, ഒരമ്മ എങ്ങനെയായിരിക്കരുത് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഈ സ്ത്രീയെ പോലെ ഒരിക്കലും ആയിരിക്കരുത്. അത് എത്രമാത്രം നിങ്ങൾ അതപ്പതിച്ചാലും ഈ സ്ത്രീയുടെ മനോഭാവം ആർക്കും ഉണ്ടാവരുത്. അത് സ്ത്രീ ആയാലും ശരി പുരുഷനായാലും ശരി. ഇത്രമാത്രം ആരും അതപ്പതിക്കാൻ പാടില്ല. ഇത്രമാത്രം അപരമത വിദ്വേഷം ആർക്കും വരാൻ പാടില്ല. ആ അപരമത വിദ്വേഷത്താൽ പിഞ്ചു കുഞ്ഞുങ്ങളെ കുറിച്ച് അവരുടെ അമ്മമാരെ കുറിച്ച് ഇത്രമാത്രം തരം താഴ്ന്ന ഇത്രമാത്രം വൃത്തികേട് ഒരാളും പറയാൻ പാടില്ല. ഈ സ്ത്രീയുടെ മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും ഈ സ്ത്രീയുടെ വരും തലമുറയിലേക്ക് പടരരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.